Welcome to Bake Shop Creations. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെമൺ കേട് വെച്ചുള്ള ലെമൺ കേക്ക്. Authentic ആയിട്ടുള്ള ലെമൺ കേക്ക് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബേസിക് ആയിട്ടുള്ള സ്പോഞ്ചും ലെമണിന്റെ തന്നെ സ്പോഞ്ചും ലെമൺ കേടും അതായത് കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിലെ ലെമൺ കേട് ഉപയോഗിച്ചുള്ള കേക്കാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കഴിഞ്ഞ വീഡിയോയിൽ അതായത് നമ്മുടെ കഴിഞ്ഞ സൺഡേ സ്പെഷ്യൽ ബേക്കിംഗ് ക്ലാസ്സിൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ്. ഷെഫിൻ്റെ ക്രീം ഓവർ വിപ്പാന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഓവർ വിപ്പല്ല, ഞാൻ ഉപയോഗിച്ച ഡെറി ഫാറ്റ് ഉള്ള ക്രീമാണ്, അഥവാ പശുവിൻ്റെ പാലിൽ നിന്നുണ്ടാക്കിയ ക്രീമാണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നല്ല ഫിനിഷിങ്ങും നല്ല ക്ലീൻ ആയിട്ടുള്ള വിപ്പ് ചെയ്താൽ കിട്ടുന്ന ക്രീം നോൺ ഡെറിയാണ് കേട്ടോ. ഒരിക്കലും പശുവിൻ്റെ പാലിൽ നിന്നുണ്ടാക്കുന്നതല്ല, സോയാബീനോ അതുപോലെ തന്നെ വെജിറ്റബിൾ ഫാറ്റോ ആയിരിക്കും അതിന് കൂടുതലും അവർ ഉപയോഗിക്കുന്നത്. അപ്പം ഹിയർ ഈസ് എ റെസിപ്പി. Let's go to the bake shop. അപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും സ്കെയിൽ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ എഗ് യോക്കും എഗ്ഗുമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണ് ആദ്യമേ തന്നെ ചെയ്യുന്നത്. അപ്പോൾ എഗ് യോക്കും എഗ്ഗുമായിട്ടും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും നമ്മുടെ എഗ്ഗ് വൈറ്റിൽ എഗ് യോക്ക് വരാൻ പാടില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ മെറൈൻ ഉണ്ടാക്കുമ്പോഴത്തേന് ഒരിക്കലും പൊങ്ങി വരില്ല. അതാണ് ഞാൻ ഇങ്ങനെ ഒരു രണ്ടാമത്തെ മെത്തേഡ് കാണിച്ചത്. നമ്മൾ വാനില സ്പോഞ്ച് ഉണ്ടാക്കിയപ്പോൾ ഡിഫറെൻറ്റ് മെത്തേഡാണ്, ഇത് ഡിഫറെൻറ്റ് മെത്തേഡാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് നല്ലോണം വിപ്പ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യാൻ തുടങ്ങിയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഫുള്ള് സ്പീഡ് ഇട്ട് വേണം ബീറ്റ് ചെയ്യാൻ കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രെയിൻ ഷുഗർ ആയതുകൊണ്ട് നമുക്ക് നല്ല ടൈം എടുക്കും ഇത് വിപ്പായി പൊങ്ങി വരാൻ. അപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും, ആ മെറൈൻ കൃത്യമായിട്ടുള്ള പാകം എപ്പോഴാണെന്നല്ലേ. പാകം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് രണ്ട് സൈഡും നമ്മളിപ്പം ബീറ്റർ മുകളിലോട്ട് പൊക്കി കഴിയുമ്പോഴത്തേന് രണ്ട് സൈഡിലും മോന പോലെ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുന്ന കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഉണ്ടാകുന്ന അതേ സമയത്ത് തന്നെ നല്ലൊരു ഷൈനിങ്ങും നമ്മുടെ ആ എഗ് വൈറ്റിനുണ്ടാവും. ഇനി നമുക്ക് 1 by 1 ആയിട്ട് നമ്മുടെ എഗ് കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നേരം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എഗ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് നന്നായിട്ട് സൈഡൊക്കെ ഒന്ന് വടിച്ചിട്ട് നമ്മുടെ ഫ്ലവർ അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഫ്ലവർ ഇടുന്നതിന് മുമ്പ് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാവരും അരിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഫ്ലവർ ഇടാൻ പാടുള്ളൂ. കാരണം നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്ക് ഫ്ലവർ അരിച്ചിട്ടില്ലെങ്കിൽ ലംസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഓയിലും വാനില എസൻസും മിൽക്കും ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യാം. ഒരു കാരണവശാലും ലെമൺ സെസ്റ്റും ലെമൺ ജ്യൂസും ഇതിൻ്റെ കൂടെ ഇടാൻ പാടില്ല. ഏറ്റവും അവസാനമുള്ള ഇടാൻ പാടില്ല കേട്ടോ. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെമൺ നമ്മുടെ പാല് പിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്പോഞ്ച് കിട്ടത്തില്ല. അതുകൊണ്ട് ലെമൺ ഏറ്റവും അവസാനം മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ, ലെമണും ലെമൺ സെസ്റ്റും കേട്ടോ. ലെമൺ ജ്യൂസ് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം ഒന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ ഒത്തിരി നേരം വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിപ്പ് ചെയ്ത് വെക്കിയ മെറൈൻ താന്നു പോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ മിക്സിങ് കഴിഞ്ഞതിന് ശേഷം അപ്പം തന്നെ ഒരു 8 ഇഞ്ച് മുകളിലോട്ട് മാറ്റാം നമുക്ക്. ഇനി നമുക്കൊരു 165 ഡിഗ്രിയിൽ ഏകദേശം 45 മിനിറ്റ് ബേക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപയോഗിക്കാത്തതുകൊണ്ട് നമ്മൾ ഈ സ്പോഞ്ചിന് ഞാൻ എടുത്തു പറയുന്ന കാര്യമാണ്, സ്പോഞ്ചും കേക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്പോഞ്ച് ബേക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റീമിംഗ് മെത്തേഡിലാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. ആദ്യമേ തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെ അത് ഷുഗർ ഉണ്ട്, അതുകൊണ്ട് ഇനി ഷുഗർ അഡീഷണൽ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.
അപ്പോൾ ഞാൻ ക്രീം വിപ്പ് ചെയ്തെടുത്തത് നല്ല ഹാർഡ് വിപ്പാണ് ചെയ്തത്. അതിന് കാരണം വെച്ചാൽ ലെമൺ കേക്കിന് നമ്മൾ ഫില്ലിങ് കൊടുക്കുന്ന ലെമൺ കേടോട് കൂടിയാണ്. അപ്പോൾ അതിന് ഹാർഡ് വിപ്പ് വേണം. നമുക്ക് വേറെ ഏതെങ്കിലും ഫ്ലേവർ നമ്മൾ അതിന് കൂടെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഹാർഡ് വിപ്പായിട്ട് വേണം നമ്മുടെ ഹെവി ക്രീം നമുക്ക് വിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഒരു ബോളിലോട്ട് ഇതിൻ്റെ പകുതി ക്രീം എടുത്ത് മാറ്റി നമ്മുടെ ലെമൺ കേടുമായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ആരെങ്കിലും ലെമൺ കേഡിൻ്റെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൽ തന്നെ ഉണ്ട് കേട്ടോ ലെമൺ കേഡിൻ്റെ റെസിപ്പി. അപ്പോൾ ഇതിൻ്റെ പകുതി ലെമൺ കേടാണ് ഞാൻ എടുക്കുന്നത്. ലെമൺ കേക്കിന് എപ്പോഴും നല്ലൊരു ഫ്ലേവർ തരുന്നത് ലെമൺ കേടാണ് കേട്ടോ. അതാണ് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ലെമൺ കേടും നമ്മുടെ വിപ്പിംഗ് ക്രീമും മിക്സ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അനുപാതമാണ് കേട്ടോ. അപ്പം 30% ലെമൺ കേടും 70% ക്രീമും എന്ന റേഷ്യോയിലാണ് എപ്പോഴും നമ്മൾ ക്രീം മിക്സ് ചെയ്യുന്നത്. അപ്പം പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആർക്കെങ്കിലും ലെമൺ കേട് ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വിപ്പ് ക്രീം വെച്ചും ഇത് ഫിനിഷ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇന്ന് നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്പൺ സ്റ്റാർ ടിപ്പാണ് കേട്ടോ. ഇതാണ് സംഭവം. കേക്ക് ബേക്ക് ചെയ്ത് നല്ലോണം തണുത്തതിന് ശേഷം ഞാനൊരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചു. എന്താണെന്ന് വെച്ചാൽ നല്ലോണം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയാണ് കേട്ടോ. വേറെ ഒന്നും കൊണ്ടും അല്ല, അത് കട്ടിങ്ങിന് വളരെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഈ കേക്ക് 3 കട്ട് ചെയ്യാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സംശയം വരും, ഷെഫ് എന്തുകൊണ്ടാണ് ഷുഗർ സിറപ്പ് നമ്മുടെ ഈ സ്പോഞ്ചിൽ അടിക്കാത്തതെന്ന്. അതിന് കാരണം നമ്മൾ ഷുഗർ സിറപ്പ് അടിക്കുന്നത് ഡ്രൈ ആകുന്ന കേക്കുകൾക്ക് മാത്രമാണ്. ആ ഡ്രൈനെസ് മാറാൻ വേണ്ടിയാണ് ഷുഗർ സിറപ്പ് നമ്മൾ ബ്രഷ് ചെയ്യാറുള്ളത്. നമ്മുടെ ഈ കേക്ക് വെറ്റാണ്. അപ്പം വെറ്റുള്ള ഒരു കേക്കിനും ഷുഗർ സിറപ്പിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ ഐസിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓപ്പൺ സ്റ്റാർ ടിപ്പ് വെച്ചാണ് നമ്മൾ ഐസിങ് തുടങ്ങുന്നത്. ഇത്തവണ ഒരു വ്യത്യാസമുണ്ട്, നമ്മൾ ഡോട്ട്സ് വെച്ചാണ് കേട്ടോ നമ്മുടെ കേക്ക് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 സൈഡിലും നമ്മൾ ലെമൺ ഫില്ലിങ് വെച്ച് കേക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് വിപ്പിംഗ് ക്രീം വെച്ചാണ് കേട്ടോ മോള്. ഇനി നമുക്ക് കുറച്ച് ഫ്രഷ് ലെമൺ മുകളിൽ ഗ്രേറ്റ് ചെയ്തിടാം കേട്ടോ. ഇപ്പം നമ്മൾ ചെയ്തതാണ് സാധാരണ ഒരു ഫാമിലി വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ചെയ്ത് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. ഇനി കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നവർക്ക് വേണ്ടി വേറെ സ്റ്റൈലൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ഈ മുകളിലത്തെ ക്രീം നമ്മൾ എടുത്ത് മാറ്റുന്നില്ല, ആ ക്രീം വെച്ച് തന്നെയാണ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്. ഈ സൈഡിലൂടെ നമുക്ക് ക്രീം ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ആ സെയിം ടിപ്പാണ്, ടിപ്പൊന്നും മാറ്റുന്നില്ല, ആ ഫിനിഷിങ്ങിൻ്റെ എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ എന്നും പറയാറുള്ള പോലെ സൈഡ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ വിപ്പ് ക്രീമിനും പുട്ടി ബ്ലേഡാണ് ഉപയോഗിക്കുന്നത്. എന്നും പറയാറുള്ള പോലെ ഒരുപാട് നേരം ഒന്നും മുകളിൽ പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ആ ക്രീം മുകളിലെ സൈഡിലുള്ള മാത്രം ഇങ്ങ് വടിച്ചെടുത്താൽ മതി. ജെല്ലിലോട്ട് ഈക്വൽ എമൗണ്ട് വെള്ളം ഒഴിക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള കളറ് ആഡ് ചെയ്യുക. ഇനി നമ്മളുണ്ടാക്കിയ ജെല്ല് നമുക്ക് സ്ട്രെയിൻ ചെയ്ത് നമുക്കൊരു ബോളിലോട്ട് മാറ്റാം. അതിനുശേഷം ഒരു പൈപ്പിംഗ് ബാഗിലിട്ട് നമുക്കൊരു സ്ക്യൂസ് ബോട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ കളർ ഉപയോഗിക്കുമ്പോഴത്തേന് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡിൻ്റെ കളറ് മേടിക്കാൻ ശ്രമിക്കുക. ഞാൻ ഉപയോഗിക്കുന്നത് ജെൽ കളറാണ്, ലെമൺ യെല്ലോ ഷെഫ് മാസ്റ്ററിൻ്റെ
ആണ് ഞാൻ ഉപയോഗിച്ചത്. അതുകൊണ്ട് ഒരുപാട് നല്ല റിവ്യൂസ് ഉള്ള ഒരു കളറാണ് ഷെഫ് മാസ്റ്ററിൻ്റെ ലെമൺ യെല്ലോ കളർ കേട്ടോ. അപ്പം ജെല്ല് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ സ്ക്യൂസ് ബോട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്കത് മുകളിൽ പോർ ചെയ്യാൻ പറ്റും. അതുകൂടാതെ വേറെ ഒരു കാര്യം കൂടെ, നമ്മൾ ജെല്ല് ഒരു പ്രാവശ്യം ഒഴിച്ച് കഴിഞ്ഞാൽ പാലറ്റ് നൈഫ് വെച്ച് ഫുള്ളൊന്ന് കവർ ചെയ്ത് കൊണ്ടുവരാനേ പാടുള്ളൂ. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ക്രീം പൊങ്ങിപ്പോരും. ആ ക്രീം പൊങ്ങിപ്പോരാതെ നമുക്ക് ചെയ്യണം. അപ്പം ഒരുപാട് നേരം പ്ലേ ചെയ്യരുത്. ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ ഒരുപാട് നേരം എത്തിയിട്ട് കളിച്ച് കഴിഞ്ഞാൽ അത് വൃത്തികേടായിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ. ഇൻ കേസ് നിങ്ങളുടെ ക്രീമെ നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ആ ഉണ്ടാക്കി കേക്ക് ഒന്ന് ഫ്രീസറിൽ വെച്ചാൽ മതി, ഒരു അരമണിക്കൂർ. അപ്പോഴത്തേന് കൃത്യമായിട്ട് സെറ്റാവും. ഇപ്പോൾ ജെല്ല് മുകളിൽ ഒഴിക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും കണ്ടില്ലേ എങ്ങനെയാണ് ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു ലെമൺ കേക്ക് ഉണ്ടാക്കുന്ന ഒരു ഫാമിലിക്ക് വേണ്ടിയുള്ള ലെമൺ കേക്കിൻ്റെ വീഡിയോ ആണ് ഞാൻ ആദ്യമേ ചെയ്തത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ജെല്ല് ഉപയോഗിച്ച് നമുക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ലെമൺ കേക്ക്. പക്ഷേ ഒരു കുടുംബത്തിനും നല്ല ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിനും ഒക്കെ വേണ്ടി നോക്കുന്ന ആൾക്കാർ എപ്പോഴും നല്ലൊരു എന്താ പറയുന്നത് കേക്കല്ല നോക്കുകയുള്ളൂ. എപ്പോഴും നമ്മൾ കളറോ അങ്ങനെയുള്ള ജെല്ലുകളോ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഉപയോഗിക്കാതെ മാക്സിമം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇപ്പം ജെല്ല് ആർക്കെങ്കിലും കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഈ രണ്ടാമത്തെ രീതിയും ചെയ്യാവുന്നതാണ്. അപ്പം താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് മീ ഇൻ ദ ബേക്ക് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് ബേക്കിങ്ങിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. അപ്പം വെബ്സൈറ്റിൽ ഫോറം എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളുണ്ടാക്കിയ കേക്കുകളുടെ ഫോട്ടോയും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പം ആ ഫോട്ടോസിൽ നമ്മൾ വീക്ക്ലി പിക്ക് ചെയ്യുന്ന പിക്ചേഴ്സ് നമ്മുടെ യൂട്യൂബ് സ്റ്റോറീസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം സീ യു നെക്സ്റ്റ് ടൈം. അപ്പോൾ നിങ്ങളെല്ലാവരും ക്യൂരിയസ് ആയിട്ടിരിക്കുന്നത് എങ്ങനെയാണ് ലെമൺ ക്രിസ്പ് ഉണ്ടാക്കുന്നുള്ളതായിരിക്കും. ഇപ്പം കാണിച്ചു തരാം. സംഭവം വളരെ സിമ്പിളാണ്. ലെമൺ എടുക്കുക, ലെമൺ എടുത്ത് നല്ല തിൻ സ്ലൈസായിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ അകത്തൊരു ബേക്കിംഗ് ട്രേ വെച്ചിട്ട് കുറച്ച് ഷുഗർ മുകളിൽ ഇടുക. രണ്ട് സൈഡും ഷുഗർ ഇട്ട് ഓവനിൽ ഒരു 100 ഡിഗ്രിയിൽ ഒരു 5 മണിക്കൂർ ബേക്ക് ചെയ്താൽ മതി. ലെമൺ ക്രിസ്പ് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. അതിൻ്റെ ഷൈനിങ് കൊടുക്കുന്നത് ആ ഷുഗർ ഇടുന്നുണ്ട്. ആ ഷുഗർ ചെറുതായിട്ട് ക്യാരാമലാവും, അതുകൊണ്ടാണ് ആ ഷൈനിങ് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു പുളിയും ചെറിയൊരു മധുരവും കൂടിയായിട്ട് നമുക്ക് ഗാർണിഷ് ആയിട്ട് കൊടുക്കാൻ സാധിക്കും.